ഈ തോണ്ടാതിരിക്കാനേ പറ്റത്തില്ല. അങ്ങനെ ചില മനുഷ്യരുണ്ട്. സത്യമാണ്. ഈ ചിലർക്ക് ഈ ഇംഗ്ലീഷ് എഴുതുന്ന സമയത്തെ തോണ്ടാതിരിക്കാനേ പറ്റത്തില്ല. അതായത് ചെറിയ വേർഡുകളായിരിക്കും. അത്തരത്തിലുള്ള വാക്കുകളുടെ കൂടെയൊക്കെ വെറുതെ ഒന്ന് എഴുതിയതിന് ശേഷം എസ് എവിടെ കണ്ടാലും അതിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഒക്കെ ആയിട്ട് ഒരു തോണ്ട് കൊടുക്കുക എന്നുള്ളത് ചിലരെ സംബന്ധിച്ച് ഒരു ഹോബിയാണ്. ചിലപ്പോൾ നമ്മളറിയാതെ നമ്മുടെ ഒരു ഹാബിറ്റായി മാറിയിട്ടുണ്ടായിരിക്കാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ്ങിനെ വളരെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു കുഞ്ഞു വേർഡ് തന്നെ എടുക്കാം. ഇറ്റ്സ്, IT, എസ് എന്നുകൊണ്ട് IT കഴിഞ്ഞിട്ട് ഒരു അഫസ്റ്റഫി, ഒരു എസ്, ഇങ്ങനെ 2 വേർഡുകളാണ് ഇംഗ്ലീഷിലുള്ളത്. ഇനി ഇതിനെങ്ങനെ മീനിങ് എടുക്കാമെന്നുള്ളത്, ഇത് രണ്ടിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 മീനിങ്ങുകളാണ്. ഇറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ എന്നൊക്കെ മീനിങ് തരുന്നൊരു വേർഡാണ്. അതിന് അഫസ്റ്റഫി വേണ്ട. ഇനി അഫസ്റ്റഫി ഉള്ള വേർഡ് ഒരു പക്ഷേ അത് നമ്മൾ അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ലെറ്റർ എടുത്ത് അതിനെ ഷോർട്ട് ചെയ്തിരിക്കുന്നതായിരിക്കാം. ഉദാഹരണത്തിന് ഇറ്റ് ഈസിനെ നമുക്ക് ഷോർട്ട് ചെയ്താൽ നമുക്ക് ഇറ്റ്സ് എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ അഫസ്റ്റഫി അവിടെ ഉപയോഗിക്കണം. ഇനി ഇറ്റ് ഹാസിനെ ഷോർട്ട് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് തന്നെ പറയാം, ഇറ്റ്സ് എന്ന് തന്നെ പറയാം. ഇത് ഡിഫറെൻ്റ് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ അതിന് മീനിങ്ങിനെ കൃത്യമായി എടുക്കുക. അതെ മക്കളെ, നമുക്കൊരു എക്സാമ്പിളോട് നോക്കിയാലോ. ഇപ്പോൾ ഈ ബുക്ക് വെച്ച് തന്നെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇറ്റ്സ് എ ബുക്ക്. അപ്പോൾ അവിടെ ഇറ്റ് ഈസ് എ ബുക്ക് എന്നാണ് അതിൻ്റെ മീനിങ് അല്ലേ. ഇനി ഞാൻ പറയുവാണ് ഇറ്റ്സ് കളർ ഈസ് ഗ്രീൻ. ഇതിൻ്റെ എന്നായി അവിടെ മീനിങ്. ഈ 2 ഇറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായപ്പം നോക്കിക്കേ, ഈ 2 വേർഡിൻ്റെ സ്പെല്ലിങ് സെയിം ആണല്ലേ. പക്ഷേ ഈ ഒരു കുഞ്ഞ് അഫസ്റ്റഫിക്ക് എത്ര ഇമ്പാക്റ്റാണ് അതിന് മീനിങ്ങിൽ കൊടുക്കാൻ പറ്റുന്നതെന്ന് നോക്കിയേ. അപ്പോൾ ഇനി ഈ വാക്കുകൾ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഓക്കെ.